എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MA സോഷ്യോളജി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 1ാം സെമസ്റ്റർ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. ഇതിൻ്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 പാരഡൈംസ് ഓഫ് റിസർച്ച് എന്നതിൻ്റെ മലയാളമാണ് ഇവിടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നത്. യൂണിറ്റ് 3 ലാസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോസിറ്റിവിസം എന്നാൽ എന്ത്? പോസിറ്റിവിസം എന്നത് ഒരു ഗവേഷണ സമീപനമാണ്. ശാസ്ത്രീയമായ രീതികളും കണക്കുകൂട്ടലുകളും ഉപയോഗിച്ച് സാമൂഹിക സംഭവങ്ങളെ വിശകലനം ചെയ്യാനാണ് ഇത് ശ്രമിക്കുന്നത്. നിരീക്ഷണം, പരീക്ഷണം, അളക്കാവുന്ന ഡേറ്റ എന്നിവ മുഖ്യമാണ്. വാട്ട് ഈസ് റിസർച്ച് പാരഡിം? റിസർച്ച് പാരഡിം എന്നാൽ എന്ത്? ഗവേഷണത്തിൻ്റെ തത്വചിന്താത്മക അടിസ്ഥാനം പാരഡൈം എന്നാണ്. ഗവേഷണത്തെ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ഉപകരിക്കുന്ന വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, രീതികൾ എന്നിവയുടെ സമുച്ചയമാണ് റിസർച്ച് പാരഡൈം. അടുത്തത്, റിസർച്ച് പാരഡൈമിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കമ്പോണൻസ് ഓഫ് റിസർച്ച് പാരഡൈം. ഓണ്ടോളജി, യഥാർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശ്വാസം. എപ്പിസ്റ്റമോളജി, അറിവെങ്ങനെ സമ്പാദിക്കുന്നു എന്ന് അന്വേഷിക്കുന്നു. മെത്തഡോളജി, ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന രീതികൾ. ആക്സിയോളജി, ഗവേഷണത്തിലെ മൂല്യങ്ങളുടെ പങ്ക്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസിറ്റിവിസ്റ്റ് പാരഡിം. നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും അറിവ് സമ്പാദിക്കുന്നു. കണക്കുകൂട്ടലുകൾ മുഖ്യമാണ്. ഗവേഷകൻ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. മുൻകൂട്ടിയുള്ള സിദ്ധാന്തങ്ങൾ പരിശോധിക്കുന്നു. ഓക്കെ. അടുത്തത്, ക്രിട്ടിക്കൽ പാരഡിം. ക്രിട്ടിക്കൽ പാരഡൈം സാമൂഹിക അനീതികൾ, അധിനിവേശം, ബഹുഭാഷാ ബഹുസാംസ്കാരിക വ്യത്യാസങ്ങൾ എന്നിവ വിമർശനാത്മകമായി പരിശോധിക്കുന്നു. സാമൂഹിക മാറ്റങ്ങൾ ലക്ഷ്യമാക്കുന്നതുമാണ്. അടുത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർപ്രറ്റീവ് പാരഡൈം. അത് ഗവേഷകൻ ഗവേഷണ വിഷയങ്ങൾ തമ്മിലൊരു അടുപ്പമുണ്ട്. വ്യക്തികളുടെ അനുഭവങ്ങളും പ്രധാനമാണ്. ഗുണപരമായ ഡാറ്റയെ ആശ്രയിക്കുന്നു. അർത്ഥം കണ്ടെത്തൽ ആണ് ഇതിൻ്റെ ഉദ്ദേശം. അടുത്തതായിട്ട്, എസ്സേ ഓൺ വേരിയസ് പാരഡിംസ് ഓഫ് റിസർച്ച്. ഗവേഷണത്തിന് വിവിധ തത്വചിന്താത്മക സമീപനങ്ങളുണ്ട്. അതായത് പാരഡൈമുകൾ. പ്രധാനപ്പെട്ട 4 പാരഡൈമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോസിറ്റിവിസ്റ്റ് പാരഡൈം, ഇൻ്റർപ്രറ്റീവ് പാരഡൈം, ക്രിട്ടിക്കൽ പാരഡൈം ആൻഡ് ഫെമിനിസ്റ്റ് പാരഡൈം. അതിൽ ഒന്നാമത്തേത് പോസിറ്റിവിസ്റ്റ് പാരഡൈം ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകളിൽ അധിഷ്ഠിതമായ സമീപനമാണ്. അടുത്ത ഇൻ്റർപ്രറ്റീവ് പാരഡൈം, വ്യക്തിയുടെ അർത്ഥനിർമ്മാണം പ്രധാനമാണ്. ക്രിട്ടിക്കൽ പാരഡൈം എന്ന് പറയുമ്പോൾ സമൂഹത്തെ വിമർശനാത്മകമായി വിലയിരുത്തുന്നു. ഫെമിനിസ്റ്റ് പാരഡൈം എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ അനുഭവങ്ങൾ ഗവേഷണത്തിന് കേന്ദ്രമായി ഉപയോഗിക്കുന്നു. ഓരോ പാരഡൈമും വ്യക്തമായ എപ്പിസ്റ്റമോളജി, ഓണ്ടോളജി, മെത്തഡോളജി എന്നിവയുണ്ട്. തിരഞ്ഞെടുക്കുന്ന പാരഡൈം അടിസ്ഥാനമാക്കിയാണ് ഗവേഷണത്തിൻ്റെ ദിശയും രീതികളും നിർണ്ണയിക്കുന്നത്. ഇതിന് ഇനിയും ഫെമിനിസ്റ്റ് പാരഡൈം എന്നാൽ സ്ത്രീയുടെ അനുഭവങ്ങൾ, ലിംഗസമത്വം, അധികാര ബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി സാമൂഹ്യ ഘടകങ്ങളെ പഠിക്കുന്ന ഒരു പാരഡൈമാണ് ഫെമിനിസ്റ്റ് പാരഡൈം. സ്ത്രീകളുടെ പ്രാതിനിധ്യവും അവരുടെ ശബ്ദവും ഗവേഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു.